എൻ്റെ പേര് തിലകറാണി എന്നാണ്. ഞാൻ ജനിച്ച് വളർന്നത് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ്. എൻ്റെ മാതാവും പിതാവും ശ്രീലങ്കൻ ഫാമിലിയിൽപ്പെട്ട ഒരു തമിഴ് കുടുംബത്തിലുള്ള ആൾക്കാരാണ്. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് ഒത്തിരി പാരമ്പര്യങ്ങളും ഒരുപാട് വിഗ്രഹ ആരാധനയും കൂടി കടന്നുപോയ ഒരു ഫാമിലിയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ അപ്പയും അമ്മയും നല്ല ഒരു ഹിന്ദു ഭക്തരായിരുന്നു എന്ന് പറയാം. യേശുവിനെ കുറിച്ച് അങ്ങനെ ഒന്നും അറിയത്തില്ല. അവർ ആ രീതിയിൽ തന്നെയാണ് ശ്രീലങ്കയിൽ വളർന്നതും. അത് കഴിഞ്ഞിട്ട് അവർ കേരളത്തിൽ താമസം മാറി. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാകുവാനിടയായത്. എൻ്റെ കൂടെ എനിക്ക് ഒരു ആങ്ങളെയും ഒരു അനിയത്തിയും ഉണ്ട്. ഞാൻ പഠിച്ച് വളർന്നതെല്ലാം തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ താമസം തുടങ്ങിയെങ്കിലും തമിഴ്നാട്ടിലാണ് പഠിച്ച് വളർന്നതൊക്കെ. +2 വരെ എൻ്റെ പഠനം തമിഴ്നാട്ടിലായിരുന്നു. ആ രീതിയിൽ അങ്ങനെ പോയി. വീട്ടിൽ എൻ്റെ അപ്പനാണെങ്കിൽ നല്ല മദ്യപാനിയായിരുന്നു. പുകവലിയും അധികമായിട്ട് പുകവലിക്കുന്ന ഒരു രീതിയായിരുന്നു അപ്പയുടെ. എങ്കിലും ഒരു ദൈവഭക്തൻ എന്ന് പറയാം. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഹിന്ദുക്കളായിട്ടുള്ള വിഗ്രഹ ആരാധനയിൽ കൂടി നല്ല ഒരു ഭക്തിയായിട്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു. എങ്കിലും മദ്യപാനത്തിനോ പുകവലിക്കോ ഒന്നിനും കുറവില്ല. വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ലാത്ത ഒരു അനുഭവത്തിലാണ് ഞാൻ വളർന്നത്. കുഞ്ഞു പ്രായത്തിലെ തന്നെ എന്നെ കൊണ്ട് ഹോസ്റ്റലിൽ പഠിപ്പിക്കുവാനിടയായി. അവിടെയൊക്കെ പഠിക്കുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ മാതാവിനെ കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും വളരെ ഭാരവും ഭീതിയും നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു എൻ്റേത്. ഞാനിങ്ങനെ ഹോസ്റ്റലിലിരിക്കുന്നുവെങ്കിലും അവിടെയെല്ലാം എങ്ങനെയെങ്കിലും എൻ്റെ അപ്പ മദ്യപാനത്തിൽ വിടുവിക്കപ്പെടണം, എൻ്റെ കുടുംബത്തിൽ വലിയൊരു സമാധാനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെ എങ്ങനെയാണ് എനിക്ക് ദൈവത്തെ കണ്ടെത്തുക, ദൈവവുമായിട്ട് എങ്ങനെ ബന്ധം വളർത്താൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി ഞാൻ വളരെ ഭാരത്തോടും വേദനയോടും പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റെ കുഞ്ഞുനാളുകൾ. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ കുറച്ച് ഫാസ്റ്റർമാരൊക്കെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പറയും, ഒരു കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, കർത്താവ് സൗഖ്യദായകനാണ്, കർത്താവ് സമാധാനം തരുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി.